ഫസ്റ്റ് ക്ലാസ്സിൽ ഈ ക്ലാസ്സും ഓബ്ജക്റ്റാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ ക്ലാസ്സിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ശരിക്കും ക്ലാസ്സിൻ്റെ നല്ലോണം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ജാവയുടെ പ്രോഗ്രാമിംഗ് ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ ശരിക്കും മനസ്സിലാവുള്ളൂ. പക്ഷെ എങ്കിൽ ഞാനൊരു എക്സാമ്പിളും കൂടി പറയാം. അപ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു ഐഡിയ കിട്ടും ക്ലാസ് എന്താണ് ഓബ്ജക്റ്റ് എന്താണെന്നുള്ളത്. ഒരു വീഡിയോ ഗെയിമിന്റെ പ്രോഗ്രാമാണ് എഴുതണമെന്ന് വിചാരിക്കാം. ജാവയിൽ നിങ്ങളൊരു വീഡിയോ ഗെയിം ഡെവലപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുമെന്ന് വിചാരിക്കാം. ജാവയിൽ പ്രോഗ്രാം എഴുതുന്നതിന് സാധാരണ രീതിയിൽ ആദ്യം ഈ ഡിസൈൻ ഫേസിൽ കണ്ടുപിടിക്കേണ്ടത് ആ പ്രോഗ്രാമിൽ ഏതൊക്കെ ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതായത് ജാവ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും മോർ ദാൻ ക്ലാസ് ഉണ്ടാവും. അതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടായിരിക്കും മിക്കവാറും ഫൈനൽ പ്രോഗ്രാം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ക്ലാസ് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊക്കെ ക്ലാസ് നമ്മുടെ പ്രോഗ്രാമിൽ വേണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാമിൽ ഉള്ള ഓബ്ജക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ വീഡിയോ ഗെയിമിൽ ഉള്ള ഓബ്ജക്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ എന്തെങ്കിലും ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ എക്സാമ്പിളൊക്കെ പറഞ്ഞു വെച്ചിട്ട് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ ഗെയിം എന്തൊക്കെ ഓബ്ജക്റ്റ്, ഒരു വീഡിയോ ഗെയിമിൽ എന്തൊക്കെ സാധനങ്ങൾ ഓബ്ജക്റ്റ് ആ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ റൺ ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ ആ വീഡിയോ ഗെയിമിൽ കാണുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും സിമ്പിളായിട്ട് അങ്ങനെ വിചാരിക്കാം. ആ വീഡിയോ ഗെയിം നിങ്ങൾ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതൊക്കെ ഒബ്ജക്റ്റ് ആയിരിക്കും. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കും ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. ഞാനൊരു എക്സാമ്പിളായിട്ട് കാറിന്റെ റേസിങ്ങിന്റെ വീഡിയോ ഗെയിമാണെന്ന് വിചാരിക്കാം. അതില് കാറുണ്ടാവും. കാറ് ഒരു ഒബ്ജക്റ്റിന് എക്സാമ്പിളാണ്. അതുപോലെ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് ചാറ്റിൽ ടൈപ്പ് ചെയ്ത് നോക്കി. ആരെങ്കിലൊക്കെ ടൈപ്പ് ചെയ്യുക. ഒരു വീഡിയോ എല്ലാവരും കളിക്കാറുള്ളതാണ്. അതിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഉള്ള റോഡുണ്ട്, പ്ലേയേഴ്സ് ഉണ്ട്, ഗണ്ണുണ്ട്, പല പല സാധനങ്ങൾ വരെ. ഇപ്പൊ കാറ് തന്നെ രണ്ട് ടൈപ്പ് വരെ. ഇപ്പൊ ചില വീഡിയോ ഗെയിമിൽ റേസിങ്ങിന്റെ കുറച്ച് കാർസ് ഉണ്ടാവും, അതായത് കോമ്പറ്റീഷനുള്ള കാറുകൾ. ചിലപ്പോൾ ചില വീഡിയോ ഗെയിമിൽ കാറുകൾ ഓടേണ്ട റോട്ടിൽ കൂടെ ആയിരിക്കും. സാധാരണ റേസിംഗ് ട്രാക്ക് ആയിരിക്കും ഇപ്പോൾ റോഡിൽ കൂടെ ആയിരിക്കും ഓടുന്നത്. അങ്ങനെ റോഡിൽ കൂടെ ഓടുമ്പോൾ സാധാരണ കോമ്പറ്റീഷൻ ഇല്ലാത്ത കാറുണ്ടാവും. ഇപ്പോൾ ട്രാവലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യണം കോമ്പറ്റീഷൻ ആയിട്ടുള്ള കാർസും ഉണ്ടാവും. അങ്ങനെ പ്ലേയേഴ്സ്, നിങ്ങളുടെ സൈഡിൽ ചിലപ്പോൾ ട്രീ ഉണ്ടാവും, ബിൽഡിങ്സ് കാണാം, ട്രാഫിക് സിഗ്നൽ കാണാം. അതവരെ ഗെയിം വെച്ച് ഡിപ്പെൻഡ് ചെയ്യും. ചിലതിൽ ട്രാഫിക് സിഗ്നലും വീഡിയോ ബിൽഡിംഗ് എന്നുള്ളതൊക്കെ ചിലപ്പോൾ ഒരു ഇമേജ് മാത്രമായിരിക്കാം. ചിലപ്പോൾ വലിയ വലിയ ഗെയിംസിലൊക്കെ ആണെങ്കിൽ അതൊക്കെ എന്തെങ്കിലും രീതിയിൽ പ്രോഗ്രാം ചെയ്ത് കുറച്ചുകൂടി സൂപ്പർ ആക്കിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ
നിങ്ങൾ എഴുതിയൊക്കെ എല്ലാവരും എഴുതിക്കണ എല്ലാം കറക്റ്റാണ്. അതേപോലെ ചിലപ്പോൾ ഒരു ഇപ്പൊ കാണാൻ പറ്റിയ സാധനം അല്ലെങ്കിൽ ഇപ്പൊ ഒരു ജീവനുള്ള സാധനം അങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഒരു സംഭവം ഒരു ഇവന്റ് പോലെയാകാം. അതായത് ഇപ്പൊ ഒരു കാർ റേസിംഗ് ആകുമ്പോൾ ആക്സിഡന്റ് ഉണ്ടാവും. ഈ ആക്സിഡന്റ് എല്ലാം സിമുലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണിച്ചത് എങ്ങനെ പോകത്തില് പാട്ട് വെച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് വെച്ചാൽ ആക്സിഡന്റ് ഒക്കെ ഒരു ഒബ്ജക്റ്റ് ആണെന്ന് പറയാം. പിന്നെ ഇവിടെ ഇപ്പൊ ആൾക്കാർ കാറ്, റോഡ്, പ്ലേയേഴ്സ്, ഗൺസ്, റേസിംഗ് കാർ, ട്രീ, ബിൽഡിംഗ്, അങ്ങനെ ഓഡിയൻസ് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു പോയിന്റും കൂടി മെയിനായിട്ട് ശരിക്കും അതാണ് ആൾക്കാർ കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇതില് ഞാനിവിടെ കാറ് ഓബ്ജക്റ്റ് എന്നും പറഞ്ഞു എഴുതി, അല്ലെങ്കിൽ ഇപ്പൊ ഒരാള് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പ്ലേയേഴ്സ് അങ്ങനെ എഴുതുമ്പോ ഈ പ്ലേയേഴ്സ് അല്ലെങ്കിൽ പ്ലെയർ എന്നുള്ളത് ക്ലാസ് ആകാം, ഒബ്ജക്റ്റ് ആകാം. ഈ പ്ലേയേഴ്സിന് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ക്ലാസ് ആണോ ഒബ്ജക്റ്റ് ആണോ എന്നുള്ളത് അത് നമുക്ക് അങ്ങനെ കണ്ടാൽ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ കാർന്ന് എഴുതി അതൊരു ക്ലാസ് ആണോ ഒബ്ജക്റ്റ് ആണോ, ക്ലാസ് ആണെങ്കിലും ഒബ്ജക്റ്റ് ആണെങ്കിൽ ഡിഫറൻസ് ഉണ്ട്. ഞാനിവിടെ ഇപ്പൊ ഒരു റേസിംഗ് കാർ എന്നുള്ളത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ക്ലാസ് ആകാം, ഒബ്ജക്റ്റ് ആകാം. ഞാനിപ്പോ റേസിംഗ് കാറിന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ആ കോമ്പറ്റീഷനിലുള്ള എല്ലാ റേസിംഗ് ടൈപ്പിലെ കാർസിന്റെ ജനറലായിട്ട് അല്ലെങ്കിൽ അത് ജനറൽ ഒരു ടൈപ്പ്, അതിൻ്റെ ഒരു ടൈപ്പാണ് റെപ്രസെന്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനിപ്പോ ഈ വേർഡ് കൊണ്ട് അതിന്റെ ടൈപ്പിനെ റെപ്രസെന്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അത് ക്ലാസ് എന്ന് പറയാം. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ ശരിക്കും ഒരു വീഡിയോ ഗെയിമിൽ റേസിംഗ് കാർ എന്നുള്ള ഒരു ക്ലാസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കാർ എന്നുള്ള ക്ലാസ്, അല്ലെങ്കിൽ ട്രീ എന്നുള്ള ഒരു ക്ലാസ്, ഗൺ എന്നുള്ള ഒരു ക്ലാസ്, ഓഡിയൻസ് എന്നുള്ള ഒരു ക്ലാസ്, അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഓബ്ജക്റ്റ് എന്നുള്ളത് റേസിംഗ് കാർ എന്നുള്ളത് ഓബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ, ഓബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ആ കോമ്പറ്റീഷനിലെ എല്ലാ കാറിനും യൂണിക്കായിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ റേസിംഗ് കാർ എന്നുള്ള ഓബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ഏതൊരു പർട്ടിക്കുലർ കാറിന് യൂണിക്കായിട്ട് ആണ് റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓബ്ജക്റ്റ് എന്ന് പറയും. ഒരു റേസിംഗ് കോമ്പറ്റീഷനിൽ ചിലപ്പോൾ ഒരു റേസിംഗ് കാർ എന്നുള്ള ഒരു 10 ഓബ്ജക്ട്സ് ഉണ്ടാവും. 10 ഡിഫറെന്റ് കാർസ് ആയിരിക്കും. പക്ഷെ റേസിംഗ് കാർ എന്നുള്ള ക്ലാസ് ഒരെണ്ണം ഉണ്ടാവുള്ളൂ. കാരണം എല്ലാ റേസിംഗ് കാറിന്റെ കോഡ് സെയിം ആയിരിക്കും. ക്ലാസ് എന്ന് പറയുമ്പോൾ കാർ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള കോഡിനെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. സ്ക്രീനിൽ ഒരു റേസിംഗ് കാർ വരണം എന്നുണ്ടെങ്കിൽ റേസിംഗ് കാർ എന്നുള്ള ക്ലാസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്ക്രീനിൽ ഒരു റേസിംഗ് കാർ വരുത്തും. അപ്പൊ റേസിംഗ് കാറിനുള്ള ക്ലാസ് യൂസ് ചെയ്ത് സ്ക്രീനിൽ ഒരു കാർ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മീനിങ് വെച്ചാൽ റേസിംഗ് കാർ എന്നുള്ള ക്ലാസിന്റെ ഒരു ഓബ്ജക്റ്റ് സ്ക്രീനിൽ നമ്മൾ അല്ലെങ്കിൽ പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ കോമ്പറ്റീഷനിൽ ഒരു 10 കാർ ഉണ്ടെങ്കിൽ ഈ റേസിംഗ് കാർ എന്നുള്ള ക്ലാസ് യൂസ് ചെയ്തിട്ട് 10 കാർസ് ക്രിയേറ്റ് ചെയ്യണം, 10 കാറിന്റെ ഓബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യണം. ഈ 10 കാറും ഈ സെപ്പറേറ്റ് കാർസ് അല്ല, സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആണ്. റേസിംഗ് കാറിന്റെ ക്ലാസ് പക്ഷെ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. അതുപോലെ പ്ലെയർ എന്നുള്ള ഒരു ജനറൽ ആയിട്ടൊരു പ്ലെയറിന്റെ ടൈപ്പിന് ക്ലാസ് എന്ന് പറയാം. പക്ഷെ ഇതുപോലെ കോമ്പറ്റീഷനിൽ കുറെ പ്ലെയേഴ്സ് ഉണ്ടാവും. അപ്പൊ ഒരു പ്ലെയറിനെ സ്ക്രീനിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്ലെയറിന്റെ കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലെയർ എന്നുള്ള ക്ലാസ് യൂസ് ചെയ്തിട്ട് ആദ്യം പ്ലെയറിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കോഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. പ്ലെയർ എന്നുള്ള ക്ലാസിന്റെ
പ്ലെയർ എന്നുള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. മോർ ദാൻ 1 പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ മോർ ദാൻ 1 ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ ഇതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഏറ്റവും മനസ്സിലാക്കാൻ എളുപ്പമുള്ളത് ഇപ്പൊ ഇങ്ങനെ വിചാരിക്കാം, ഒരു റേസിംഗ് കോമ്പറ്റീഷനിൽ കാർ എന്നുള്ള ക്ലാസ് ഉണ്ടാവും. അതല്ല, ചിലപ്പോൾ അതിൽ ബൈക്കും ഉണ്ടാവും. ചിലപ്പോൾ ബൈക്കിംഗ് കോമ്പറ്റീഷനിലായിരിക്കാം, അല്ലെങ്കിൽ റോഡിൽ അടിക്ക് പോകണ വേറെ ഏതെങ്കിലും ട്രാവലിംഗ് യൂസ് ചെയ്യണ ബൈക്കും ആയിരിക്കാം. ഇങ്ങനെ കാർ എന്നുള്ള സാധനങ്ങളും ബൈക്ക് എന്നുള്ള സാധനങ്ങളും ആ സോഫ്റ്റ്വെയറിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ അതിന്റെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം പ്രോഗ്രാം എഴുതി തുടങ്ങുമ്പോഴേക്കും. അപ്പൊ അതിന് സിൻറ്റാക്സ് ഒക്കെ ഇപ്പൊ ജസ്റ്റ് കറക്റ്റാണെന്നില്ല, സിൻറ്റാക്സ് ഒക്കെ ക്ലാസ് ഡിജിറ്റായിട്ട് പഠിപ്പിക്കും പറയാം. അല്ല, ഏകദേശം ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഈ ക്ലാസിന്റെ കോഡ് എഴുതുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അത് സ്ക്രീനിൽ ക്ലാസ് വരാനായിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോഡ് മുഴുവനും ഈ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ടൈപ്പ് ചെയ്യും. കാറിന്റെ സ്പീഡ് കൂട്ടാനുള്ളത്, ബ്രേക്കാനുള്ളത്, ടേൺ ജയിക്കാനുള്ള അങ്ങനത്തെ കാര്യങ്ങൾ, അതിനുള്ള കോഡെല്ലാം ഈ ക്ലാസ്സിൽ എഴുതും. അതുപോലെ ബൈക്ക് സ്ക്രീനിൽ വരാനായിട്ടുള്ള കോഡുകൾ, അതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് എഴുതും. കാർ റിലേറ്റഡ് ആയിട്ടുള്ള കോഡ് മുഴുവനും ഈ കാർ എന്നുള്ള ക്ലാസ്സിനുള്ളിലായിരിക്കും. ഞാനിവിടെ ക്ലാസ് അത് സിമിലർ ആയിട്ട് തന്നെ കുറച്ച് കോഡുകളെല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു ക്ലാസ്സിനുള്ളിൽ വെക്കുക. കാർ റിലേറ്റഡ് ആയിട്ടുള്ള കോഡ് മുഴുവൻ ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു ക്ലാസ്സിലോട്ട് വെക്കും. ശരിക്കും ആ ക്ലാസ് റെപ്രസെന്റ് ചെയ്യുന്ന കാറിൻ്റെ ഒരു ടൈപ്പിന് തന്നെ ആയിരിക്കും. ഏത് സ്പീഡിൽ പോകാൻ പറ്റിയ കാർ, അങ്ങനത്തെ ഒരു ഏത് പർട്ടിക്കുലർ ടൈപ്പിലെ കാറിന്റെ ടൈപ്പ് അതിന് അവിടെ സെറ്റ് വെച്ചാണ്. അതേപോലെ ഇവിടെ ഇരിക്കുന്ന വേറെ ഏതെങ്കിലും ക്ലാസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്ലെയർ എന്നുള്ള പ്ലെയർ റിലേറ്റഡ് ആയ കോഡ് നമുക്ക് ചിലപ്പോൾ എഴുതേണ്ടി വരും. അപ്പം ക്ലാസ് പ്ലെയറിന് കൊടുത്തിട്ട് പ്ലെയർ റിലേറ്റഡ് ആയിട്ടുള്ള കോഡ് മുഴുവന് ഇതിൻ്റെ അകത്ത് ചെയ്യും. ഇങ്ങനെ എഴുതുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ വീഡിയോ ഗെയിമൊക്കെ ആകുമ്പോൾ വലിയ വലിയ പ്രോഗ്രാം ആയിരിക്കും. ഏതെങ്കിലും ടീം ആയിരിക്കും അത് ഡെവലപ്പ് ചെയ്യണം, പ്രോഗ്രാം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണത്. ആ പ്രൊജക്ട് ടീമിലെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമർ കാർ റിലേറ്റഡ് ആയിട്ടുള്ള കോഡ് അയാൾ കംപ്ലീറ്റ് ചെയ്യും. വേറെ പ്രോഗ്രാമർ ആയിരിക്കും ചിലപ്പോൾ പ്ലെയേഴ്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോഡ് എഴുതണത്. വേറെ പ്രോഗ്രാമർ ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ എല്ലാവരും വർക്ക് ഡിവൈഡ് ചെയ്തിട്ട് പാർലായിട്ട് വർക്ക് ചെയ്യും. എല്ലാവരും കൂടി ഫൈനലിൽ ഒരു തീർന്നു കഴിയുമ്പോഴേക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള രീതിയിൽ ആലോചിച്ച് കണക്ട് ചെയ്തിട്ട് റൺ ചെയ്യാൻ പറ്റിയ രീതിയിൽ പ്രോഗ്രാമാക്കി മാറ്റും. അപ്പൊ ഈ ക്ലാസ് കാർ എന്നുള്ള ക്ലാസ് നോക്കുമ്പോൾ കാർ റിലേറ്റഡ് കോഡ് മുഴുവൻ എന്തുണ്ടാവും. നിങ്ങൾ സിയിൽ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. ക്ലാസ് എന്നുള്ളത് ഏകദേശം സ്ട്രക്ചർ പോലെ തന്നെയാണ്. സ്ട്രക്ചറിൽ നിങ്ങൾ വേരിയബിൾസ് മാത്രമേ ഡിഫൈൻ ചെയ്യുള്ളൂ. കാർ എന്നുള്ളൊരു സ്ട്രക്ചർ നിങ്ങൾ സിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കാർ റിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾസ് മുഴുവൻ ആ സ്ട്രക്ചറിന്റെ മെമ്പർ വേരിയബിൾസ് ആക്കി മാറ്റും. അതായത് ഇപ്പോൾ ഈ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇൻഡ് ടയർ ഉണ്ടാവും, ടയറിന്റെ ഒരു സൈസ്, ഓരോ കാറിന്റെ ഒരു പ്രോപ്പർട്ടി അത്ര ടയർ സൈസ് ഉണ്ടാകുന്നുള്ള. അപ്പോൾ നമുക്ക് കോഡിൽ അങ്ങനത്തെ ടയറിന്റെ സൈസ് ആവശ്യമുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള വേരിയബിൾ ഉണ്ടാവും. ചിലപ്പോൾ കാറിന്റെ ലെങ്ത്, കാറിന്റെ വിഡ്ത്ത്, കാറിന്റെ കളറ്, ഈ ക്യാരക്ടർ സാധാരണ സീലാകുമ്പോൾ ക്യാരക്ടറിന്റെ ആരായിട്ട്
അങ്ങനെ വേർഡൊക്കെ സ്റ്റോർ ചെയ്യാറുള്ളത്. ഇവിടെ ജാവയിൽ സ്ട്രിംഗ് എന്നുള്ള ഡാറ്റ ടൈപ്പ് ഉണ്ട്, സ്ട്രിംഗ് എന്നുള്ള ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ വെച്ചിട്ട് കളർ സ്റ്റോർ ചെയ്യാനുള്ള ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യും. പിന്നെ ഓരോ കാറിന് എത്ര ഗിയേഴ്സ് ഉണ്ട്, ഗിയേഴ്സ്, ഇങ്ങനെ കാറിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വേരിയബിൾസും ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. ഈ ഡിഫൈൻ ചെയ്ത വേരിയബിൾസിനൊക്കെ പ്രോപ്പർട്ടീസ് എന്ന് പറയും. ഞാൻ എഴുതിയേക്കണം വേരിയബിൾസ് എല്ലാം കാർ എന്നുള്ള ക്ലാസ്സിന് മെമ്പർ വേരിയബിൾസ് ആണ്. ഇത് ജാവയിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് പ്രോഗ്രാമിൽ മെമ്പർ വേരിയബിൾ അങ്ങനെ എന്നുള്ള സാധനം യൂസ് ചെയ്യാറുള്ളത്. അത് ഈ ടയർ സൈസ് അല്ലെങ്കിൽ ലെങ്ത്, വിഡ്ത്ത്, കളർ, മാക്സിമം ഗിയേഴ്സ് എന്നൊക്കെ ഉള്ളതെല്ലാം ഈ കാർ എന്നുള്ള ക്ലാസ്സിന്റെ പ്രോപ്പർട്ടി ആയിട്ട് പറയുള്ളൂ. ആണ് ഈ ടയർ സൈസ് മാറിയിട്ടുണ്ടെങ്കിൽ കാർ തന്നെ മാറിപ്പോയി എന്നുള്ള, കാറിന്റെ പ്രോപ്പർട്ടി തന്നെ മാറിപ്പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ കാറിന്റെ ലെങ്ത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വേറെ ടൈപ്പിൽ കാറായിപ്പോയി, കാറിന്റെ ഫസ്റ്റ് കാറിന്റെ പ്രോപ്പർട്ടി മാറിപ്പോയി എന്നുള്ള. അപ്പൊ ഇതൊരു ഈ വേരിയബിൾസ് എല്ലാം പ്രോപ്പർട്ടീസ് എന്ന് പറയും. ഇങ്ങനെ വിചാരിക്കുക, ഒരു ക്ലാസ്സിൽ സാധാരണ ഇതിൽ കുറെ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. കുറെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അതുപോലെ ക്ലാസ്സിൽ വേറെ കുറെ ഫങ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഈ വേരിയബിൾസും ഫങ്ഷൻസും ആണ് ക്ലാസ്സിലുള്ളത് സാധാരണ, വളരെ സിമ്പിളായിട്ടുള്ള ക്ലാസ്സിൽ. പക്ഷെ ക്ലാസ്സിൻ്റെ ഉള്ളിലെ ഫങ്ഷൻ നമ്മൾ സാധാരണ ഇതിൽ ഫങ്ഷൻ യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ക്ലാസ്സിൻ്റെ മെമ്പറായിട്ട് തന്നെ ഫങ്ഷൻസിന് മെത്തേഡ് എന്ന് പറയുന്നത്. ശരിക്കും ഫങ്ഷൻ തന്നെയാണ്, പക്ഷെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് മെത്തേഡ് എന്നാണ്. ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ ഫങ്ഷൻ ക്ലാസിന്റെ ബോഡിയിലാണ് വന്നെന്നുണ്ടെങ്കിൽ അതിനെ മെത്തേഡ് എന്ന് പറയും. പുറത്തെവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ സാധാരണ സിയിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഫംഗ്ഷനാണ്. കാരണം വെച്ചാൽ ഫംഗ്ഷൻ ക്ലാസിന്റെ ഉള്ളിലെല്ലാം പുറത്തൊക്കെ ടൈപ്പ് ചെയ്യാറുള്ളത്. അപ്പൊ ജാവയിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ മിക്കവാറും ഒന്നില്ലെങ്കിൽ ക്ലാസിന്റെ ഉള്ളിലായിരിക്കും, അല്ലെങ്കിൽ ക്ലാസിന് പുറത്തായിരിക്കും. ക്ലാസിന്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻസിന് മെത്തേഡ് എന്ന് പറയും. ഇപ്പൊ ഈ കാറിന്റെ എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസിന്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ വേരിയബിൾസ് എന്താണെന്നുള്ള ഇതിന് മനസ്സിലാവും. ഈ മെത്തേഡ്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. കാറാകുമ്പോൾ നമുക്ക് മൂവ് ചെയ്യിക്കേണ്ടി വരും, അല്ലെങ്കിൽ കറന്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കേണ്ടി വരും. അപ്പൊ അതിന് നമ്മളിപ്പോൾ ആക്സിലറേറ്ററിന്റെ കീ നക്കി കഴിയുമ്പോൾ സ്പീഡ് കൂടാനായിട്ടുള്ള കോഡ് നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. അത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളതിന് കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പീഡ് കൂടാനായിട്ടുള്ള കോഡ് മുഴുവൻ ടൈപ്പ് ചെയ്യുന്ന വിചാരിക്കാം. അപ്പൊ നമ്മൾ ആ സ്പീഡ് കൂടാനുള്ള കീ പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള രീതിയിൽ കോഡൊക്കെ ചെയ്തിട്ടുണ്ടാണ്. അതൊക്കെ പിന്നീട് അടുത്ത മോഡലൊക്കെ ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. ജസ്റ്റ് ഇപ്പൊ ക്ലാസിന്റെ ബേസിക് അറിഞ്ഞിരിക്കാം. അതുപോലെ ഏതെങ്കിലും കീ പ്രസ് ചെയ്യുമ്പോൾ സ്പീഡ് കുറക്കേണ്ടി വരും, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു മെത്തേഡ് അല്ലെങ്കിൽ വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടുള്ള കോഡ് ഇതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ കാറ് സ്ക്രീനിൽ വരാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴാണ് കാർ സ്ക്രീനിൽ വരുന്നതെന്ന് വിചാരിക്കുക. കാർ സ്ക്രീനിൽ വരാൻ വേണ്ടിയിട്ട് കോഡ് മുഴുവൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഇരിക്കും.
ഒരു കാർ എന്നുള്ള ക്ലാസ് എന്ന് പറയുമ്പോൾ. അതേപോലെ ബൈക്കിന്റെ കോഡ് എഴുതണം. ബൈക്കിന്റെ കോഡും ഓൾമോസ്റ്റ് ഇതേപോലെ തന്നെയൊക്കെ ആയിരിക്കും. ബൈക്കാകുമ്പോൾ ചിലപ്പോൾ വിടുത്തുണ്ടാവില്ലായിരിക്കും. പിന്നെ ആ കോഡിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളൊക്കെ മാറ്റുക. കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ കാറിന്റെ കോഡും ബൈക്കിന്റെ കോഡും. ഡിസ്പ്ലേയുടെ ഇതൊക്കെ കോഡൊക്കെ മാറുമായിരിക്കും. കാറിന്റെ ഡിസ്പ്ലേക്ക് പോലെ ബാക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ഉണ്ട്. പക്ഷേ ഈ ബ്രേക്ക് ആക്സിലറേറ്ററൊക്കെ മിക്കവാറും ഓൾമോസ്റ്റ് സെയിം കോഡൊക്കെയാണ് ഞാനത്. പ്ലെയറിന്റെ ക്ലാസ് അങ്ങനെ ബാക്കി എല്ലാ ക്ലാസ്സും ക്രിയേറ്റ് ചെയ്യുന്ന വിചാരിക്കും. ഇനിയാണ് ഓബ്ജക്റ്റ് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കാർ എന്നുള്ള ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വീഡിയോ ഗെയിമിൽ ഒരു കാറായിരിക്കും ഉള്ളത്, കുറെ കാർ ഉണ്ടാവും കാർ. അപ്പൊ നമ്മൾ കോഡ് എഴുതുമ്പോൾ സ്ക്രീനിൽ ഒരു കാറ് വേണമെന്ന് വിചാരിക്കാം. കാറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കാറിന്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാറിന്റെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിന്റാക്സ് എന്നുണ്ടെങ്കിൽ ക്ലാസിന്റെ ഏത് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് ഒരു വേരിയബിൾ നെയിം, ഇപ്പോൾ OB എന്തെങ്കിലും കൊടുക്കുക. ന്യൂ എന്നുള്ള കീവേഡ് ഇതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. സോ ഓബ്ജക്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി പറയുന്നുള്ളൂ. ഇങ്ങനെയായിരിക്കും നമ്മളിപ്പോൾ കാറിന്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ അത് നമ്മൾ കാർ എന്നുള്ള ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊടുക്കുക സ്ക്രീനിൽ ഒരു രണ്ട് കാർ വരണമെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഒരു ഓവൺ അല്ലെങ്കിൽ ഒരു വേരിയബിൾ അല്ലെങ്കിൽ കാർ1 നിർത്തുന്ന വിചാരിക്കും. കാർ1 ഈക്വൽ ടു ന്യൂ കാർ. ശരിക്കും ഒരു പുതിയ കാറ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പുതിയൊരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ സിസ്റ്റത്തിൽ സംഭവിക്കണമെന്ന് വെച്ചാൽ റാമിൽ നിന്ന് കുറച്ച് സ്പേസ് എടുക്കും. അതിനിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ടയർ സൈസ് എന്നുള്ള വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ലെങ്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വിഡ്ത്ത്, കളർ, അങ്ങനെ കുറേ വേരിയബിൾസ് ഒക്കെ ഉണ്ടാവും. ഈ വേരിയബിൾസിന്റെ വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറിയിൽ നിന്ന് കുറച്ച് സ്പേസ് എടുത്തിട്ടുണ്ടാവും, റാമിൽ നിന്ന് സ്പേസ് എടുത്തിട്ടുണ്ടാവും. ആ സ്പേസിലായിരിക്കും ആ പർട്ടിക്കുലർ കാറിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ പോണത്. അപ്പൊ ഇങ്ങനെ വിചാരിക്കാം 20,000 എന്നുള്ള ലൊക്കേഷനിൽ നിന്നാണ് സ്പേസ് എടുത്തതെന്ന് വിചാരിക്കാം. ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ട് 20,000 തുടങ്ങി ഒരു 20,050 വരെയുള്ള സ്പേസ് ചിലപ്പോൾ ഫസ്റ്റ് കാറിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടാവും. വിചാരിക്കും ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് 20,000 എന്നുള്ള സ്പേസ് അതിൻ്റെ എടുത്തിട്ട് ഈ ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സംഭവിച്ചെങ്ങനെയാന്ന് വെച്ചാൽ ഈ ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ 20,000 എന്നുള്ള ലൊക്കേഷനിൽ നിന്ന് പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് കാറിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി കുറച്ച് സ്പേസ് ജാവ പ്രോഗ്രാം എടുക്കും. ആ സ്പേസിന്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഈ കാർ1 വരും. അപ്പോൾ കാർ1ന്റെ വാല്യൂ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ കാർ1 എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ 20,000 ആയിട്ട് മാറും. അത് റാമിൽ കാർ1ന്റെ ഡീറ്റെയിൽസ് എവിടെയാണ് ഉള്ളതെന്നുള്ള അഡ്രസ് ആയിരിക്കും ഈ കാർ1 എന്നുള്ള വേരിയബിളിൽ വന്നത്. ഈ ന്യൂ എന്നുള്ള വേർഡാണ് റാമിന്റെ ഉള്ളിൽ നിന്ന് സ്പേസ് എടുക്കാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ. കാറിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി റാമിന്റെ ഉള്ളിൽ നിന്ന് സ്പേസ് എടുത്തിട്ട്
ആ സ്പേസിന്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഈ ലെഫ്റ്റ് സൈഡിലെ വേരിയബിൾ വരും. ഇപ്പോൾ സ്ക്രീനിൽ കാറ് വന്നിട്ടുണ്ടാവില്ല. സ്ക്രീനിൽ കാറ് വരണം എന്നുണ്ടെങ്കിൽ 2 കാറാണ് സ്ക്രീനിൽ വരുന്നത് വിചാരിക്കാം. വീണ്ടും ഇതൊന്നും കൂടി കൊടുക്കുക. അതിന്റെ വേരിയബിൾ മാറ്റി കൊടുക്കുക. വീണ്ടും ഇതുപോലെ സെക്കൻഡ് കാറിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് മെമ്മറിയിൽ നിന്ന് എടുക്കും. 20,500 അല്ലെങ്കിൽ ലൊക്കേഷനിലാണെന്ന് വിചാരിക്കാം. ആ ലൊക്കേഷനിൽ നിന്ന് സെക്കൻഡ് കാറിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ജാവ പ്രോഗ്രാം എടുക്കും. ഈ 2 കാറ് സ്ക്രീനിൽ വന്നെന്നുണ്ടെങ്കിൽ ആദ്യം കാറിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസിന്റെ വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. കാർ 1ന്റെ ടയർ സൈസ് equal to 10. കാർ 1ന്റെ ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ ഓടുക. കാർ 1ന്റെ വിഡ്ത്ത് ഇടുക. കാർ 1ന്റെ കളർ റെഡ് കൊടുക്കുക. ഇങ്ങനെ ആ കാറിന്റെ പ്രോപ്പർട്ടീസ് മുഴുവൻ സെറ്റ് ചെയ്യും. ഇനി ഇതേപോലെ രണ്ടാമത്തെ കാറും പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യും. ട്യൂബിന്റെ ടയർ സൈസ് സെക്കൻഡ് കാറിന്റെ കളർ ചിലപ്പോൾ വേറെ ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് മാറ്റി കൊടുക്കുക. ഇത്ര ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ റാമിൽ നിന്ന് കുറച്ച് സ്പേസ് എടുത്തിട്ടുണ്ട്. ആ സ്പേസിൽ നമ്മൾ ഈ അസൈൻ ചെയ്ത വാല്യൂസ് ഒക്കെ പോയി സ്റ്റോർ ആവും. 10, 300, 200, റെഡ്. പിന്നെ സെക്കൻഡ് ഒബ്ജക്റ്റ് 20,500 ആണെന്ന് വിചാരിക്കുക. അവിടെ ഇതേപോലെ 10, 300, 200. കാറിന്റെ കളർ ബ്ലൂ ആണ്. ഈ ബ്ലൂ ഇങ്ങനെ വരും. ഇനി നമ്മള് കാർ സ്ക്രീനിൽ വന്നെന്ന് വിചാരിക്കുക. കാർ സ്ക്രീനിൽ വന്നെന്നുണ്ടെങ്കിൽ കാർ 1 ഡോട്ട് ആണ് നമ്മളിപ്പോൾ ഡിസ്പ്ലേക്കാണ് കോഡ് ഡിസ്പ്ലേയിൽ ഉണ്ടെന്നുള്ള അസംഷനിലാണ് ഡിസ്പ്ലേയിൽ കോഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള വിചാരിച്ചത്. കാർ 1 ഡോട്ട് ഡിസ്പ്ലേ പറയും. സ്ക്രീനിൽ കാർ വരും. അതായത് ഈ 300 ലെങ്ത്തും 200 വിഡ്ത്തും റെഡ് കളറുള്ള കാർ സ്ക്രീനിൽ വരും. അത് വീണ്ടും കാർ 2 ഡോട്ട് ഡിസ്പ്ലേ കോൾ ചെയ്യുമ്പോൾ ഈ കാർ 1 ഡോട്ട് ഡിസ്പ്ലേ കോൾ ചെയ്യുമ്പോൾ കാർ 1 എന്നുള്ള ഓബ്ജക്റ്റിൽ കുറെ വേരിയബിൾസിന്റെ വാല്യൂ ഓൾറെഡി സെറ്റ് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള കാർ സ്ക്രീനിൽ വരും. കാർ 2 ഡോട്ട് ഡിസ്പ്ലേ കോൾ ചെയ്യുമ്പോൾ കാർ 2 എന്നുള്ള ഓബ്ജക്റ്റ് വേറെ സ്ഥലത്താണ് ഉള്ളത്. അവരുടെ വേരിയബിൾസ് എന്തൊക്കെ വാല്യൂസ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള കാർ സ്ക്രീനിൽ വരും. നമുക്ക് എത്ര കാർ വേണം നമുക്ക് കോമ്പറ്റീഷനിൽ 10 കാർ ഉണ്ടെങ്കിൽ ഇതുപോലെ 10 കാറും പ്രോപ്പർട്ടീസ് ഒക്കെ സെറ്റ് ചെയ്യുക. ഞാനിങ്ങനെ മാക്സിമം ഗിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട്. ചില ഗെയിംസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി, ഇപ്പോൾ ഒരു കുറച്ച് ലെവലൊക്കെ കഴിയുമ്പോഴേക്കും കൂടുതൽ ഗിയറുള്ള കാറാ ബൈക്കൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും ഈ കാർ അല്ലെങ്കിൽ ബൈക്കിന്റെ കോഡ് ഒരെണ്ണം ഉണ്ടാവുള്ളൂ. ഇത് സെയിം തന്നെ ആയിരിക്കും കാർ. നിങ്ങൾ മാക്സിമം അല്ലെങ്കിൽ ഒരു ഗിയർ
കൂടുതലുള്ള ബൈക്കായിട്ട് അല്ലെങ്കിൽ കാറായിട്ട് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ചെക്ക് നടക്കുന്നത് ചിലപ്പോൾ ഈ മാക്സിമം ഗിയേഴ്സ് മാക്സിമം സ്പീഡിന്റെ വേരിയബിളിന്റെ വാല്യൂ കുറച്ചും കൂടി വലിയ വാല്യൂലായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഈ ആക്സലറേറ്റർ എന്നുള്ള ഫംഗ്ഷൻ ഒക്കെ കോൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മാറ്റം വന്നോളൂ. കാരണം ഈ ആക്സലറേറ്റർ എന്നുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ വേരിയബിൾസിന്റെ വാല്യൂ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. മാക്സിമം ഗിയർ, മാക്സിമം സ്പീഡ്, ടോർക്ക്, അങ്ങനെ കുറെ വേരിയബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ആക്സലറേഷൻ ചെയ്തിട്ടുണ്ടാവുക. ഇത്ര അറിഞ്ഞിരിക്കാം. ഒരു ക്ലാസ്സിൽ കുറെ പ്രോപ്പർട്ടീസ് വേരിയബിൾസ് ഉണ്ടാവും, അതേപോലെ കുറെ ഫംഗ്ഷൻസ് മെത്തേഡ്സ് ഉണ്ടാവും. ആ ഒരു ക്ലാസ് കൊണ്ട് മോർ ദാൻ വൺ ഓബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യും. ബേസിക്സ് അറിഞ്ഞിരുന്നാൽ മതി. ഇതേപോലെ ഇപ്പോൾ ഒരു ട്രീ എന്നുള്ളത് റോഡ് സൈഡിൽ കുറെ ട്രീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നൽസ് ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി ഒരു ക്ലാസ് ഉണ്ടാവും. സിഗ്നൽ റിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾസ് ഒക്കെ ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ വരും. സിഗ്നൽസ് മാറ്റാനും അതിനുള്ള റിലേറ്റഡ് കോഡ് മെത്തേഡ്സ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇത്രയും ബേസിക്സ് അറിഞ്ഞാൽ മതി. ഇതൊക്കെ ഒരു വലിയ വലിയ ടോപ്പിക്സ് ആണിത്. എന്നുവെച്ചാൽ ഇത് നിങ്ങളുടെ സീനിയേഴ്സിനൊക്കെ ചെയ്ത് 4th മോഡ്യൂളും 5th മോഡ്യൂളൊക്കെ ഈ സബ്ജക്ട് ഡീറ്റായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു വെച്ചത്. പക്ഷേ ഇത് പ്രോഗ്രാമിംഗ് കുറെ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നല്ലോണം മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ബേസിക്സ് കിട്ടാൻ വേണ്ടി സിലബസിൽ ഇട്ടൊക്കെയായിരിക്കും. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഹയർ സെമിസ്റ്റേഴ്സിൽ ഉണ്ടാവും, മിക്കവാറും ഡീറ്റെയിൽ പഠിക്കാൻ ഉണ്ടാവും. തൽക്കാലം ബേസിക്സ് അറിഞ്ഞിരിക്കണം. ക്ലാസ് ഓബ്ജക്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ വല്ലതും ടൈപ്പ് ചെയ്യുകയും ചെയ്യും. ക്ലാസ്സും ഓബ്ജക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്തെങ്കിലും. ഹലോ, ഇനി ഇതുപോലെ തന്നെ ഇന്നലെ വേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് ഈ ഗാർബേജ് കളക്ഷൻ എന്ന് പറഞ്ഞ സാധനമാണ്. അവിടെ ഒരു അഡ്വാൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഗാർബേജ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ മെമ്മറി ആദ്യം യൂസ് ചെയ്യാൻ വേണ്ടി എടുത്ത് പ്രോഗ്രാം കുറച്ച് കഴിയുമ്പോൾ മെമ്മറി യൂസ് ചെയ്യുന്നില്ലായിരിക്കും. ഇങ്ങനെ മെമ്മറി റാമിൽ നിന്ന് ഫ്രീ ആക്കി കളയണം. ഇല്ലെങ്കിൽ മെമ്മറി വേറെ പ്രോഗ്രാംസിന് അല്ലെങ്കിൽ വോയിസിന് വേറെ നമ്മുടെ കമ്പ്യൂട്ടറിൽ വേറെ കാര്യത്തിന് പ്രോഗ്രാംസിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അത് വേണമെങ്കിൽ ഈ എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ട് കുറച്ചും കൂടി മനസ്സിലാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഇവിടെ ഇതുപോലെ തന്നെ നമ്മൾ കാർ 1 ക്രിയേറ്റ് ചെയ്ത് കാർ 2 ക്രിയേറ്റ് ചെയ്ത് സംഭവിച്ചെന്ന് വെച്ചാൽ റാമിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ഈ 20,000 എന്നുള്ള ലൊക്കേഷനിൽ നിന്ന് കുറച്ച് സ്പേസ് എടുത്ത് അതുപോലെ 20,500 എന്നുള്ള ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ കുറച്ച് സ്പേസ് എടുത്തിട്ടുണ്ടാവും. റാമിലെ ലൊക്കേഷൻസ് ആണ് ചോദിക്കുക. റാമിൽ നിന്ന് കുറച്ച് നമ്പറൊക്കെ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിയിൽ നിന്ന് സ്പേസ് എടുത്തിങ്ങനെ. ഫസ്റ്റ് സ്പേസ് കാർ 1 റെപ്രസെന്റ് ചെയ്യുന്നു, സെക്കൻഡ് സ്പേസ് കാർ 2 എന്നുള്ള വേറൊരു ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇത് രണ്ടും പ്രോഗ്രാം ചെയ്ത് മെമ്മറിയിൽ നിന്ന് സ്പേസ് എടുത്തേക്കണേ. ഇപ്പൊ ജാവ പ്രോഗ്രാം ആ പ്രോഗ്രാമിന് വേണ്ടി മെമ്മറി റാമിൽ നിന്ന് സ്പേസ് എടുത്ത് വെച്ചേക്കണേ. ഇത് P1 എന്നുള്ള ജാവ പ്രോഗ്രാം ആണെന്ന് വിചാരിക്കാം. ആ പ്രോഗ്രാം സ്പേസ് എടുത്ത് വെച്ച് നമ്മുടെ സിസ്റ്റത്തിൽ വേറെ P2 എന്നുള്ള പ്രോഗ്രാം ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ വിന്നറിൽ റൺ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം.
P2 എന്നുള്ള പ്രോഗ്രാമിന് അല്ലെങ്കിൽ സെക്കൻഡ് പ്രോഗ്രാമിന് ഈ 20,000 എന്നുള്ള ലൊക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് 20,500 എന്നുള്ള ലൊക്കേഷനും വേറെ പ്രോഗ്രാമിന് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം P1 എന്നുള്ള പ്രോഗ്രാമാണ് ഇപ്പൊ ഈ രണ്ട് ലൊക്കേഷൻസും ഈ രണ്ട് ബ്ലോക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വീഡിയോ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത് ഒരു നിങ്ങളുടെ ഫസ്റ്റ് ലെവല് അല്ലെങ്കിൽ ഫസ്റ്റ് കോമ്പറ്റീഷൻ കഴിഞ്ഞു വിചാരിക്കും. ഫസ്റ്റ് ലെവല് ഈ ഗെയിമൊക്കെ പ്ലേ ചെയ്ത് കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഫസ്റ്റ് ലെവല് കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു കാർ 2 എന്നുള്ള ആക്സിഡന്റ് ആയി അതായത് ഏതെങ്കിലും കാർ പിന്നീട് യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലെവൽ കോമ്പറ്റീഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ ആ നിങ്ങളുടെ കോമ്പറ്റീഷൻ കഴിഞ്ഞ് വിചാരിക്കാം. അങ്ങനെ വരുമ്പോഴേക്കും കാർ 1 പിന്നെ യൂസ് ചെയ്യില്ല, കാർ 2 യൂസ് ചെയ്യില്ല. കാരണം ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അടുത്ത കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വേറെ കാറായിരിക്കാം, അല്ലെങ്കിൽ വേറെ ടൈപ്പിലെ കാറൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറാം. അതായത് പുതിയ കാറാണ്, അടുത്ത ലെവല് പുതിയ കാറാണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ കാർ 1 എന്നുള്ള ഒബ്ജക്റ്റും കാർ 2 എന്നുള്ള ഒബ്ജക്റ്റും നെക്സ്റ്റ് ലെവലിൽ ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ നമ്മളിവിടെ കാർ 1-ന് വേണ്ടി മെമ്മറി കുറച്ച് സ്പേസ് എടുത്തിട്ടുണ്ട്, കാർ 2-ന് വേണ്ടി മെമ്മറി കുറച്ച് സ്പേസ് എടുത്തിട്ടുണ്ട്. ഈ മെമ്മറിയിൽ കാർ 1-നും കാർ 2-നും വേണ്ടി സ്പേസ് മാറ്റി വെച്ചങ്ങനെയാണ്. പക്ഷെ അടുത്ത ലെവലിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ കാർ 1-ന് യൂസ് ചെയ്തിരുന്ന പേസും കാർ 2-ന് യൂസ് ചെയ്തിരുന്ന പേസും നമ്മൾ ഫ്രീ ആക്കി കളയണം. അല്ലെങ്കിൽ അടുത്ത ലെവൽ വരുമ്പോൾ നമുക്ക് ആ 20,000 എന്നുള്ള ലൊക്കേഷൻ 20,500 എന്ന ലൊക്കേഷൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം C++-ൽ സിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ യൂസ് കഴിയുമ്പോഴേക്കും ഒരു ഫ്രീ എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് കാർ 1 എന്നുള്ള ലൊക്കേഷൻസ് ഫ്രീ കളയാൻ പറയാം, കാർ 2 എന്നുള്ള ലൊക്കേഷൻസ് ഫ്രീ ആക്കി കളയാൻ. ഇങ്ങനെ ഫ്രീ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഫ്രീ ആക്കിയിട്ടുണ്ടെങ്കിൽ C++-ലൊക്കെ ആ പർട്ടിക്കുലർ ടൈമിലെ ലൊക്കേഷൻ വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രോഗ്രാമർ ഇങ്ങനെ ഓർത്തിരിക്കണം എപ്പോഴൊക്കെയാണ് ഫ്രീ ആക്കി കളയേണ്ടത്. അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫ്രീ ആയാലും മെമ്മറി ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കും. പിന്നെ സിസ്റ്റമൊക്കെ റീസ്റ്റാർട്ട് ചെയ്താൽ കൊണ്ട് മെമ്മറി കിട്ടുള്ളൂ. പക്ഷെ ജാവയില് പ്രോഗ്രാമർ ഫ്രീ ആക്കാൻ വിട്ടുവിട്ടുണ്ടെങ്കിലും ജാവയില റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണ ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാത്ത കുറേ ഒബ്ജക്ട്സിനെയൊക്കെ ഒരു പരിധിവരെയൊക്കെ ഫൈൻഡ് ചെയ്യും. എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, എങ്കിലും ചില കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടോ യൂസ് ചെയ്യുന്നില്ലെന്ന് ഐഡന്റിഫൈ എടുക്കാൻ പറ്റും. അപ്പൊ യൂസ് ചെയ്യാത്ത ഒബ്ജക്റ്റാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കാർ 1-ഉം കാർ 2-ഉം ഇനി യൂസ് ചെയ്യുന്നില്ല എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജാവയുടെ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിലെ കമ്പൈലർ ഈ 20,000 എന്നുള്ള ലൊക്കേഷനും 50,000 എന്നുള്ള ലൊക്കേഷനും യൂസ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ OS-ന് ഇൻഫോം ചെയ്യും. അവിടുത്തെ കണ്ടന്റ് എടുത്ത് കളയും. ജാവ ഈ ഫ്രീ ആക്കി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെമ്മറി ആവശ്യം കഴിഞ്ഞാൽ അത് ഫ്രീ ആക്കി കളയണ കാര്യം പ്രോഗ്രാമർ അധികം പറയേണ്ട കാര്യമുണ്ടാവില്ല. ജാവയുടെ സിസ്റ്റം തന്നെ അല്ലെങ്കിൽ ജാവ അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ടാവും. ഫ്രീ ആക്കി കളയാനുള്ള സിസ്റ്റം ജാവയുടെ ഉള്ളിലുണ്ട്, അത് ഫ്രീ ആക്കിക്കോളും. അങ്ങനെ ഫ്രീ ആക്കി കളയണ സിസ്റ്റത്തിനാണ് ഗാർബേജ് കളക്ടർ എന്ന് പറയുന്നത്. അത് ഗാർബേജ് ആയിട്ടുള്ള മെമ്മറി, യൂസ് ചെയ്യാത്ത മെമ്മറീസിനെ കണ്ടുപിടിച്ചിട്ട് ഫ്രീ ആക്കിക്കോളും. പിന്നെ ഒരു ടോപ്പിക് ഉണ്ട്, അപ്ലെറ്റ് എന്നുള്ളത്. എനിക്കിത് KTUവിൽ ഇത് ഉണ്ടായിരുന്നില്ല, സീനിയേഴ്സ് വെച്ചാൽ ഇത് പഠിക്കാനില്ലാത്ത ടോപ്പിക്കായിരുന്നു. പക്ഷെ MG യൂണിവേഴ്സിറ്റിയിൽ ജാവയിൽ അപ്ലെറ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നു. ഒരു
5-6 ക്ലാസ് എടുത്താൽ ശരിക്കും അതിൻ്റെ പഠിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെയാണെന്നുള്ള ചെയ്ത് കാണിച്ചൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ടായിരുന്നു. സീനിയേഴ്സിന്റെ സിലബസിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ജസ്റ്റ് ഫസ്റ്റ് മോഡിൽ അപ്ലറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. മോഡിലായിട്ടുണ്ടോ സ്റ്റാർട്ടിങ് കണ്ട അപ്ലറ്റ് എന്ന ടോപ്പിക് ഉണ്ട്. ജാവ പഠിക്കുന്നതിന് മുമ്പാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലറ്റ് എന്നുള്ള ടോപ്പിക് സിലബസിൽ വന്നിരുന്നത്. അതുകൊണ്ട് മിക്കവാറും അപ്ലറ്റ് ഡെപ്തി പഠിക്കണം എന്നുള്ളത് സിലബസ് ഇട്ടവർ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെപ്തിലെ ക്വസ്റ്റ്യൻസ് അപ്ലറ്റിന് വരാൻ ചാൻസ് ഇല്ലായിരിക്കും. അങ്ങനെ അപ്ലറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും അപ്ലറ്റ് എങ്ങനെ റൺ ചെയ്യാം എന്നുള്ളത്, അപ്ലറ്റ് കുറേ ലൈഫ് സൈക്കിൾ കുറേ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം വലിയ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കൂല. ഇങ്ങനെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ ഏതാണ് കുറച്ച് അറിഞ്ഞിരിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ കുറച്ച് ബേസിക്സ് അതും പറഞ്ഞുതരാം. ആദ്യം ഇങ്ങനെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ വഴിയുള്ളൂ. അപ്പൊ ഈ അവിടെ അപ്ലറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് യൂസ് ചെയ്യണമെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അത് എഴുതേണ്ടി വരും. എനിക്കിത് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആണ് യൂസ് ചെയ്യണത്. വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ ഏതെങ്കിലും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നു വിചാരിക്കും. ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ ഉള്ള ഒരു വെബ് പേജ് ആണെന്ന് വിചാരിക്കാം. ഒരു ബാങ്ക് റിലേറ്റഡ് കാൽക്കുലേഷൻ ചെയ്യുന്ന ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് എന്തെങ്കിലും ഒരു സാമ്പിൾ ഒരു പേജ് എടുത്ത് നോക്കാം. ഒരു അപ്ലിക്കേഷൻ്റെ യൂസ് കാണിക്കാൻ വേണ്ടി ഒരു സാമ്പിൾ ഒരു പേജ് എടുത്തിട്ട് വേണം. നിങ്ങൾ വിസിറ്റ് ചെയ്യണ വെബ് പേജസിൽ ചില പേജസിൽ നമുക്ക് എന്തെങ്കിലും വാല്യൂസ് ഇൻപുട്ട് ചെയ്തിട്ട് എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുമായിരിക്കും. ഈ പേജിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് നമ്പേഴ്സൊക്കെ ഇൻപുട്ട് ചെയ്ത് എന്തോ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും വാല്യൂസ് ഒക്കെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അതിനനുസരിച്ച് റിസൾട്ട് മാറുമായിരിക്കും. റിസൾട്ടൊക്കെ മാറി അങ്ങനത്തെ കോഡ് ഉണ്ടാവും. സാധനം സിമ്പിൾ ആയിട്ടുള്ള പേജ് ആണെങ്കിൽ നമുക്ക് ആ പേജിലെ കണ്ടന്റ് കാണാം, വായിച്ചു നോക്കാം, ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ചില വെബ് പേജസിൽ നമുക്ക് ഇൻപുട്ട് ചെയ്യാം, കാൽക്കുലേഷൻ ചെയ്ത് റിസൾട്ട് കിട്ടും. ഇതൊക്കെ കുറെ ബേസിക്സ് ഇനി വേറെ ഇങ്ങനെ ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. ഇനി തൽക്കാലം അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യണം. ഈ കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ രണ്ട് രീതിയിൽ വെബ് പേജിൽ ചെയ്യാം. ഞാനിപ്പോൾ ഒരു calculator.net എന്നുള്ള സൈറ്റാണ്. അതായത് ഇന്റർനെറ്റിൽ എവിടെയോ calculator.net എന്നുള്ള ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീനിലാണ് ഈ സൈറ്റിന്റെ കോഡൊക്കെ ഉള്ളത്. ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് രീതി ചെയ്യാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഞാനിവിടെ നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യുന്നു. ഈ കാൽക്കുലേറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ നമ്പേഴ്സ് എൻ്റെ മെഷീനിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ഈ ബ്രൗസറിൽ നിന്ന് ഈ സെർവറിലോട്ട് പോകും. ഈ calculator.net ഈ സൈറ്റിന്റെ സെർവറിലോട്ട് പോകും. അതായത് ഇന്റർനെറ്റിൽ വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും ആ മെഷീനുള്ളത്. ആ മെഷീനിൽ വെച്ചിട്ട് ഫൈനൽ എമൗണ്ട് അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു. മറ്റു റിസൾട്ട് നമുക്ക് തിരിച്ചു തരുന്നു. അല്ലെങ്കിൽ ആ സെർവറിൽ നിന്ന് എൻ്റെ മെഷീനിലോട്ട് അയച്ചിരുന്നു. എൻ്റെ മെഷീനിൽ എൻ്റെ ബ്രൗസറിൽ ആ റിസൾട്ട് ഡിസ്പ്ലേ തരുന്നു. അങ്ങനെ ചെയ്യാം. അതായത് ഞാൻ ചെയ്യുന്ന ഇൻപുട്ട് എൻ്റെ മെഷീനിൽ നിന്ന് സെർവറിൽ പോയി റിസൾട്ട് തിരിച്ചു കിട്ടുന്നു. അങ്ങനെയാണ് വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് പേജസ് ഡിസൈൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് PHP, JSP, ASP അങ്ങനെ കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതൊക്കെ വേറെ ക്ലാസ്സൊക്കെ പഠിക്കാനുള്ളതാണ്, വേറെ സീനിയർ ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. അങ്ങനെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടും. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻപുട്ട് ചെയ്ത ഡാറ്റ എൻ്റെ മെഷീനിൽ നിന്ന് ആ മെഷീനിലോട്ട് സെർവറിലോട്ട് സെൻഡ് ചെയ്യണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരു ഡിലേ വരുന്നുണ്ട്.
പിന്നെ അവിടെ നിന്ന് കാൽക്കുലേഷൻ ചെയ്ത് റിസൾട്ട് തിരിച്ചു കിട്ടണം, റിസൾട്ട് തിരിച്ചയച്ചു തരണം. അപ്പോൾ അവിടെ നിന്ന് റിസൾട്ട് എൻ്റെ മെഷീനിൽ എത്താനുള്ള ഒരു ടൈം ഗ്യാപ്പ് ഡിലേ വരുന്നുണ്ട്. ഇപ്പോൾ റിസൾട്ട് കിട്ടാൻ ചിലപ്പോൾ ഒരു ഡിലേ വരും, ലേറ്റ് ആവും. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ മെഷീനിൽ നിന്ന് ആ മെഷീനിലോട്ട് ഡാറ്റ വിടേണ്ട കാര്യമില്ല. എൻ്റെ മെഷീനിലെ ബ്രൗസർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് മോഴ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് തരാൻ പറ്റും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള കോഡ് ഈ വെബ് പേജ് ഡിസൈൻ ചെയ്തവർ അതിനുള്ള കോഡ് ഈ പേജിൽ തന്നെ ഇട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ഇൻപുട്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത റിസൾട്ട് എനിക്ക് ഈ മെഷീനിൽ വെച്ച് തന്നെ എക്സിക്യൂട്ട് ചെയ്ത് ഈ മെഷീനിൽ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ വരാനുള്ള കോഡ്, അതായിട്ടാണ് ശരിക്കും കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ. ഇതിൻ്റെ കോഡ്, കാൽക്കുലേഷൻ ചെയ്യാനുള്ള കോഡ് എൻ്റെ മെഷീനിൽ തന്നെ വേണം. അതിനുള്ള കോഡ് മിക്കവാറും ഒന്നില്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അപ്ലെറ്റ് വെച്ചിട്ടായിരിക്കും. കാരണം മിക്കവാറും എൻ്റെ മെഷീനിൽ തന്നെ എക്സിക്യൂഷൻ നടക്കുന്നുണ്ടെങ്കിൽ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ്, അല്ലെങ്കിൽ രണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്, ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളതും അതുപോലെ തന്നെ ജാവ അപ്ലെറ്റ് എന്നുള്ള ഫീച്ചർ. ആ രണ്ട് രീതിയിൽ ചിലപ്പോൾ ഈ കോഡ് ഉണ്ടാവും. അപ്പോൾ ഇത് കാണുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് ആണ് അപ്ലെറ്റ് ആണെന്നുള്ള രീതിയിൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ സെർവറിൽ പോയിട്ടാണ് റിസൾട്ട് തിരിച്ചു തന്നെ എന്നുള്ളത് സൈറ്റ് വിസിറ്റിന് ആൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അപ്ലെറ്റ് വെച്ചിട്ടാണെങ്കിൽ ഇതുപോലെ തന്നെ കുറെ ടെസ്റ്റ് ഫീൽഡൊക്കെ ഡിസ്പ്ലേ ചെയ്യാം. യൂസർക്ക് അല്ലെങ്കിൽ ബ്രൗസ് ചെയ്യുന്ന ആൾക്ക് അതിൽ വാല്യൂസ് ടൈപ്പ് ചെയ്യാം, ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റിസൾട്ട് എൻ്റെ മെഷീനിൽ വെച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എൻ്റെ മെഷീൻ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്ലെറ്റ് ചെയ്യണതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഇൻപുട്ട് സെർവറിലോട്ട് സെൻഡ് ആവുന്നില്ല, നമ്മുടെ മെഷീനിൽ വെച്ചിട്ട് തന്നെ റിസൾട്ട് കിട്ടിയിട്ട് ആ കമ്മ്യൂണിക്കേഷൻ്റെ ഡിലേ ഉള്ളത് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ സ്പീഡിൽ റിസൾട്ട് കിട്ടും. അതേപോലെ ഈ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുക, അതുപോലെ അപ്ലെറ്റ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡിന് വേണമെങ്കിൽ നമ്മുടെ മെഷീനിലെ ഫയൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫയൽസ് ഹാർഡ് ഡിസ്കിൽ നിന്ന് ചേഞ്ചസ് വരുത്താം, അല്ലെങ്കിൽ റാമിൽ നിന്ന് ചേഞ്ചസ് വരുത്താൻ പറ്റും. സൈറ്റിലൊക്കെ ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് നമ്മുടെ മെഷീനിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. കാരണം ഈ വന്നിട്ടുള്ള സ്ക്രീൻ ജാവാസ്ക്രിപ്റ്റ് വെച്ചാണ് അവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ മെഷീനിൽ ഈ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് വേറെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടാവും. ഞാനപ്പോൾ ഈ ബ്രൗസർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മോഡിഫിക്കേഷൻ എൻ്റെ മെഷീൻ പെർമനന്റ് ആയിട്ട് ഉണ്ടാവും. പക്ഷെ ഈ കോഡ് ഇവർ ചെയ്തേക്കുന്ന അപ്ലെറ്റ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്ത് പോയിരിക്കണമെന്ന് അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അപ്ലെറ്റ് വെച്ചിട്ടുള്ള കോഡാണെന്നുണ്ടെങ്കിൽ കാൽക്കുലേഷൻ ചെയ്ത് റിസെറ്റ് തരാന്നല്ലാതെ അത് റാമിൽ റിസെറ്റ് തരാൻ പറ്റും. അത് പക്ഷെ ഹാർഡ് ഡിസ്കിൽ പോയി മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റില്ല. ഹാർഡ് ഡിസ്കിൽ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫയലിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിലാണ് ഞാൻ ഈ ബ്രൗസർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പെർമനന്റ് ആയിട്ട് ആ ചേഞ്ചസ് ഉണ്ടാവും. പക്ഷെ റാമിൽ ചേഞ്ച് വരുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്രൗസർ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും റാമിൽ അല്ലെങ്കിൽ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ലെഫ്റ്റ് പോയിക്കോളും. അപ്ലെറ്റ് വെച്ചുള്ള കോഡാണെങ്കിൽ നമ്മുടെ മെഷീനിൽ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടാവില്ല. കാരണം ഒരു സിസ്റ്റത്തിന് മുകളിൽ ഒരു ബ്രൗസർ റിസൾട്ട് സിമുലേറ്റ് ചെയ്ത് തന്നെ ഒറിജിനലായിട്ട് അങ്ങനെ ഒരു മോഡിഫിക്കേഷൻ നമ്മുടെ മെഷീനിൽ ഒന്നുണ്ടാവില്ല. അതുകൊണ്ട് അപ്ലെറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി സെക്യൂർ ആയിരിക്കും. പിന്നെ ഇതുപോലെ അപ്ലെറ്റ് ഏത് ബ്രൗസറും സപ്പോർട്ട് ചെയ്യും. ഞാനിപ്പോൾ ഇത് മോസിലയിലാണ് എടുത്തിട്ടുണ്ടെങ്കിൽ മോസിലും സപ്പോർട്ട് ചെയ്യും, ക്രോം ആണെങ്കിൽ ക്രോം സപ്പോർട്ട് ചെയ്യും. ഈ ഡൗൺലോഡ് ചെയ്ത് വന്ന പേജിൽ അപ്ലെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ഞാൻ ബ്രൗസർ വെച്ചിട്ടാണ് റൺ ചെയ്യുന്നത്, ആദ്യം പ്ലഗിൻ വേണ്ടി വരും. അപ്പൊ ഈ മോസില നമ്മൾ സ്ക്രീനിൽ പറയും പ്ലഗിൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അപ്ഡേറ്റ് റൺ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ മോസില നമുക്ക് ആദ്യം സോഫ്റ്റ്വെയർ മെസ്സേജ് വരും. നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്യുക, ചെറിയ കുറച്ച് സൈസുള്ള ഇതുണ്ടാവുള്ളൂ. ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോസിലയുടെ കൂടെ അപ്ഡേറ്റ് റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയറും ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിക്കോളും. പിന്നെ ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് റൺ ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ആദ്യത്തെ ടൈമിൽ മാത്രം ഈ മോസിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. പിന്നീട് എപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിൽ അപ്ഡേറ്റ് റൺ ചെയ്യാൻ പറ്റും.
ഏത് ബ്രൗസറിനും അപ്ലെറ്റ് പ്രോഗ്രാം റൺ ചെയ്യാം. ചില ബ്രൗസറിന് പറ്റില്ല, പക്ഷെ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ ചെറിയൊരു ടൂൾ പോലത്തെ സാധനം ഉണ്ട്, അതും കൂടി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആ ബ്രൗസറും അപ്ലെറ്റ് സപ്പോർട്ട് ചെയ്തോളും. കോഡൊക്കെ ഉണ്ട്. കോഡ് ആണതിന് മുമ്പ് കോഡ് ഇപ്പോൾ തീരില്ല, കോഡ് അടുത്ത ക്ലാസ് എടുക്കുക. അതിനു മുമ്പ് വേറെ ഈ അപ്ലെറ്റ് സാധാരണ എഴുതുമ്പോൾ ലൈഫ് സൈക്കിൾ ഒരു ഇമ്പോർട്ടൻ്റ്, ചിലപ്പോൾ അതൊരു സ്റ്റാർട്ട് ചിലപ്പോൾ എഴുതേണ്ടി വരുമായിരിക്കും. ഈ അപ്ലെറ്റ് എന്നുള്ളത് ബ്രൗസറിൻ്റെ കൂടെ ഉള്ളത്, അതായത് നമ്മൾ പേജ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ പേജിൻ്റെ കൂടെയുള്ള ഒരു പ്രോഗ്രാമാണ് അപ്ലെറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ബ്രൗസർ ഇടയ്ക്കിടയ്ക്ക് മിനിമൈസ് ചെയ്യാൻ മാക്സിമൈസ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ സൈസ് മാറ്റാനൊക്കെ ചാൻസ് ഉണ്ടാവും. ഞാനിപ്പോൾ ഈ ഒരു പേജ് എടുത്ത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റർ എന്നുള്ള പേജ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് അപ്ലെറ്റ് ആയിരുന്നു വിചാരിക്കും. ഈ അപ്ലെറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാനിത് മിനിമൈസ് ചെയ്യുമ്പോൾ ഈ അപ്ലെറ്റിൽ ഒരു കാര്യം നടന്നിട്ടുണ്ടാവും. ഒന്നെന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ മാക്സിമൈസ് ചെയ്യുന്നു, വീണ്ടും അപ്ലെറ്റ് വേറെ കാര്യം നടന്നിട്ടുണ്ടാവും. ക്ലോസ് ചെയ്യുമ്പോൾ വേറെ കാര്യം നടക്കും. അപ്പം ഞാൻ ഈ ബ്രൗസറിൽ എന്തോ ഓപ്പറേഷൻ ചെയ്യുന്നു അതിനനുസരിച്ച് ഈ അപ്ലെറ്റിൻ്റെ ലൈഫ് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ആ സ്റ്റേറ്റ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. അത് ഒരു 5 സ്റ്റേറ്റ്സാണ് അപ്ലെറ്റിനുള്ളത്. അതായത് നമ്മൾ ആദ്യം ഈ പേജ് ഞാൻ വിസിറ്റ് ചെയ്യും. ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുമ്പോൾ അപ്ലെറ്റ് എന്നുള്ള ക്ലാസ് ഉണ്ട്. ആ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ പണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ എന്തെങ്കിലും ഇനിഷ്യലൈസേഷൻ ചെയ്യുന്നെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ അപ്ലെറ്റിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണ ഫസ്റ്റ് സ്റ്റേജിനാണ് അപ്ലെറ്റ് ഇനിഷ്യലൈസ് എന്ന് പറയുന്നത്. ഇനിഷ്യലൈസേഷൻ ഉള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇനിഷ്യലൈസ് എന്നുള്ള സ്റ്റേറ്റ്. ഞാൻ ഫസ്റ്റ് ലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ഈ പേജ് എടുത്ത് ഞാൻ ഈ പേജ് എടുത്ത സമയത്ത് ഇപ്പം ഒന്നെടുത്ത ഈ സമയത്ത് ഉള്ള ഈ അപ്ലെറ്റിൻ്റെ സ്റ്റേറ്റിനെയാണ് ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനീഷ്യൽ സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് അപ്ലെറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് എന്നുള്ള സ്റ്റേറ്റിൽ പോകും. അതായത് ചിലപ്പോൾ എന്തെങ്കിലും കാൽക്കുലേഷൻ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഈ കോഡിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. ചില കേസിൽ അങ്ങനെ ആയിരിക്കില്ല. അപ്ലെറ്റ് വന്നു കഴിയുമ്പോഴേക്കും ഈ ഒരു ക്ലോക്കായിരുന്നു വിചാരിക്കുക, ഒരു അനലോ ക്ലോക്കായിരുന്നു വെച്ചെങ്കിൽ ക്ലോക്കിന് ബട്ടറൊക്കെ ഇങ്ങനെ നീഡിൽസ് ഒക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പം അതിനുള്ള കോഡ് വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തുടങ്ങി കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റിനാണ് സ്റ്റാർട്ടഡ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ക്ലോക്ക് സ്ക്രീനിൽ വരണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ക്ലോക്കിൻ്റെ നീഡിൽ മൂവ് ചെയ്യിപ്പിക്കണം. പക്ഷെ ആ ക്ലോക്കിന് നീഡിൽ മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കണ്ടുപിടിക്കേണ്ട കറണ്ട് ടൈം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നാലേ ക്ലോക്കിന് നീഡിൽ എവിടം വരെ വന്നെന്നുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്റ്റാർട്ടഡ് ഫേസിൽ സിസ്റ്റത്തിൻ്റെ കറണ്ട് ടൈം കണ്ടുപിടിക്കും. അടുത്ത സ്റ്റേറ്റ് ആണ് പെയിന്റഡ് എന്നുള്ള സ്റ്റേറ്റ്. പെയിന്റഡ് എന്നുള്ള സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഈ കാൽക്കുലേഷൻ ചെയ്ത റിസൾട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ കൊടുക്കുക എന്നുള്ളതാണ്. കറണ്ട് ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ നീഡിൽ എവിടെയാണ് വരേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. കറക്റ്റ് പൊസിഷൻ കൊണ്ട് നീഡിൽ ഡിസ്പ്ലേ ചെയ്യാം. അത് പെയിന്റഡ് എന്നുള്ള സ്റ്റേജിൽ പെയിന്റിങ് എന്നുള്ള സ്റ്റേറ്റ് എന്ന് പറയും. നീഡിൽ കറക്റ്റ് പൊസിഷനിൽ വന്നു.
ആദ്യം എല്ലാം ഈ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കറണ്ട് എന്താണെന്ന് വെച്ചാൽ കാൽക്കുലേഷൻ ചെയ്ത് വെച്ച് കിട്ടിയ കാൽക്കുലേഷൻ്റെ റിസൾട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന തേർഡ് പെയിന്റ് ഇടുന്നുള്ള സ്റ്റേറ്റ്. അപ്പൊ ഇത് ഈ സെറ്റിങ്സ് അനുസരിച്ച് ചിലപ്പോൾ ഈ സ്റ്റാർട്ടിന്റെ പെയിന്റ് ഇങ്ങനെ അത് അനലോഗ് ക്ലോക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ടൈം മാറിക്കൊണ്ടിരിക്കും. ടൈം മാറുക, കറണ്ട് ടൈം എടുക്കുക, ഡിസ്പ്ലേക്ക് കറണ്ട് ടൈം എടുക്കുക, ഡിസ്പ്ലേക്ക് അത് മാറി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതിങ്ങനെ പേജിൽ അത് അനലോഗ് ക്ലോക്ക് ആയിരുന്നു വെച്ചെങ്കിൽ ഈ അപ്പലറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേക്കുള്ളൂ. കറണ്ട് ടൈം എടുക്കുക, ഡിസ്പ്ലേക്ക് കറണ്ട് ടൈം എടുക്കുക, ഡിസ്പ്ലേക്ക് അങ്ങനെ ഓരോ സെക്കൻഡ് ഗ്യാപ്പ് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഞാനിത് മിനിമൈസ് ചെയ്ത് ഇട്ടെന്ന് വിചാരിക്കാം. ഈ മിനിമൈസ് ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ആരും ആ കറണ്ട് ടൈം കാണുന്നില്ല, ക്ലോക്കും കാണുന്നില്ല. അപ്പൊ ഈ മിനിമൈസ് ചെയ്ത് ഇട്ട ടൈമിൽ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്ന ടൈമിൽ അപ്ലറ്റ് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. മിനിമൈസ് ഇട്ടാൽ അപ്ലറ്റ് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അപ്ലറ്റ് സ്റ്റോപ്പ് ചെയ്ത് കളയും. അപ്പൊ മിനിമൈസ് ചെയ്ത് കിടക്കുന്ന സ്റ്റേറ്റാണ് സ്റ്റോപ്പ് എന്നുള്ള സ്റ്റേറ്റ്. കാരണം ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എക്സിക്യൂഷനൊക്കെ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചാണ്. മിനിമൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനൊരു 10 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ മാക്സിമൈസ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ വീണ്ടും ക്ലയന്റ് യൂസർ ഇത് വീണ്ടും ക്ലോക്ക് ആവുന്നുള്ളൂ. അപ്പൊ വീണ്ടും ക്ലോക്ക് പിന്നെ വർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. മാക്സിമൈസ് ചെയ്യുമ്പോൾ വീണ്ടും ക്ലോക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ക്ലോക്ക് കറണ്ട് ടൈം കണ്ടുപിടിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ വീണ്ടും മാക്സിമൈസ് ചെയ്യുമ്പോൾ വീണ്ടും സ്റ്റാർട്ടഡ് എന്നുള്ള സ്റ്റേറ്റിലോട്ട് വന്ന് കറണ്ട് ടൈം കണ്ടുപിടിക്കും. പെയിന്റ് എന്നുള്ള സ്റ്റേറ്റിലോട്ട് വന്നിട്ട് പെയിന്റ് ഈ ക്ലോക്ക് ഡിസ്പ്ലേ കൊടുക്കും ചെയ്യും. പിന്നെ വിൻഡോ ക്ലോസ് ചെയ്ത് പറഞ്ഞാൽ പിന്നെ എല്ലാം ഡിസ്ട്രോയ് ആയി സ്റ്റോപ്പ് ആയി എന്നുള്ളതാണ്. പിന്നെ എടുക്കാൻ പറ്റില്ല. പിന്നെ അപ്ലറ്റ് വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലറ്റ് ഒബ്ജക്റ്റ് മെഷീനിൽ നിന്ന് പോയി എന്നുള്ളതാണ്. ഞാൻ ഇപ്പൊ തീരില്ല, ഇത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കുറച്ചും കൂടി ഉണ്ട്.